നമ്മുടെ സ്നേഹത്തോടുള്ള ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം നമുക്ക് 2 വാക്ക് ഈ പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങളോട് ഈ ക്യാമ്പിന് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും സാദര നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. മാവേലിക്കര കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയുള്ള ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഈ രാജയോഗ സെൻറ്ററിന് ബ്രഹ്മകുമാരീസിൻ്റെ ഇതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനം കൂടി. ഞാൻ അതിനകത്തൊരു സംഘാടകരെ അഭിനന്ദിക്കാനുള്ള കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ 2 ദിവസം ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ പരസ്പര ഒരു ബന്ധം ഉണ്ടാകുകയും നമുക്ക് ഈശ്വരനെ അടുത്തറിയാൻ സാധിക്കുന്നതും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മമാർക്കും നമ്മുടെ നാടിനുമൊക്കെ അഭിമാനമായി വളരാൻ സാധിക്കുന്നതൊക്കെ ഒരു പരിശീലനം കൂടിയാണ് ലഭിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും, കൊച്ചുകുട്ടികളെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഈ സമ്മർ ക്യാമ്പ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ. അല്ലെങ്കിൽ പരീക്ഷയിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞാലും ഡെസ്പാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? എത്ര നമ്മൾ ഡെസ്പാവുന്നോ അത്രയും നമ്മളുടെ എനർജി കൂടണം. പക്ഷേ ഇല്ല. എന്ത് കണക്ഷനാ ഉള്ളത്? എഴുന്നേറ്റെന്ന് പറ. ഈ ദിവ്യ ഗുണങ്ങളിലൂടെ പരമാത്മാ സ്നേഹം എന്നിലേക്ക് ഒഴുകുകയാണ്. ഞാൻ ഈശ്വരനും ഈ ലോകത്തിലും എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടിയായിത്തീരുന്നു. ഈ ലോകം തരും അല്ലേ? വാങ്ങിത്തരില്ലേ? അല്ലെ? അതേപോലെ തന്നെ യൂണിഫോം. നിങ്ങൾക്കൊക്കെ എത്ര ജോഡി യൂണിഫോം ഉണ്ട്? 2ഉം 3ഉം ജോഡി കാണും യൂണിഫോം അല്ലെ? അവരുടെ കാലത്ത് ഒരെണ്ണം തന്നെ ഉണ്ടോന്ന് ചോദിക്കണം. അതുപോലെ ചെരുപ്പുകൾ, എന്തോരം ചെരുപ്പുണ്ട് നിങ്ങൾക്ക്? എന്നാൽ അച്ഛനും അമ്മയൊക്കെ ചെരുപ്പാണ് സ്കൂളിൽ പോയിക്കൊണ്ടുന്നത്. ചെരുപ്പില്ലാതെ ഞങ്ങൾ അനുഭവിച്ചതൊന്നും ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത് എന്ന് കരുതി അവർ കഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരികയാണ്. ശരിക്കും വേണം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് തരും. അതുപോലെ വേറൊരു കാര്യം ഇവിടെ, നമ്മൾ കിടക്കുന്ന കിടക്ക ഇല്ലേ, എല്ലാവരും കിടക്കയിലാണല്ലോ കിടക്കുന്നത്. അതിന് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ആ ഷീറ്റ് ആ കിടക്കയിലോട്ടൊന്ന് തിരിഞ്ഞ് നോക്കുക. ഭയങ്കരമായിട്ട് പൊറുതിമുട്ടിയ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ബാബു എന്ന് പറയുന്ന ഒരു സമ്പന്നനായ കൂട്ടുകാരനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ കൂട്ടുകാരുണ്ടല്ലോ, നിങ്ങൾക്ക് കൂട്ടുകാരില്ലേ? അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു ബാബു. അദ്ദേഹം ഭയങ്കര സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടൊന്ന് കാണണമെന്ന്. എത്ര പ്രാവശ്യം കണ്ടു? 2 പ്രാവശ്യം കണ്ടോ? ആരൊക്കെ ഉണ്ട്? 2 പ്രാവശ്യം കണ്ടു. 2 പ്രാവശ്യം കണ്ടോ? ഒരു 10 പ്രാവശ്യം ഈ സിനിമ നിങ്ങളെ ഇട്ട് കാണിക്കുക. നിങ്ങൾ സിനിമ 11ാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ എങ്ങനെ സിനിമ കാണുമ്പോ ഇതാണ് വൃത്തി. വൃത്തി 2 തരത്തിലുണ്ട്. വൃത്തി ഉണ്ടോ എന്ന് അറിയാനാണ്. സുപ്രീം സ്റ്റാർ. ഇനി ആരെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി നോക്കണേ. സുപ്രീം സ്റ്റാർ, ലക്കി സ്റ്റാർ, ലക്കി സ്റ്റാർ, സുപ്രീം സ്റ്റാർ, സുപ്രീം സ്റ്റാർ, ലക്കി സ്റ്റാർ, സുപ്രീം സ്റ്റാർ, സുപ്രീം സ്റ്റാർ. പ്രിയ കൊണ്ടുപോയി. നമ്മുടെ ശരീരത്തിൽ നിന്ന് 7 വർണ്ണത്തിലുള്ള പ്രകാശകിരണങ്ങൾ കൈകളിലൂടെയും കാലുകളിലൂടെയും കണ്ണുകളിലൂടെയും എല്ലാം 4 ഭാഗത്തേക്കും